ഈ വിമർശനം രണ്ട് രീതിയിൽ അത് വന്നിട്ടുണ്ട്. ഒന്ന്, ആദ്യത്തേത് പറയാം. അത് വളരെ സന്തോഷം തരുന്ന കാര്യം. അങ്ങനെ വിമർശനം വന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി മാറ്റം ഉണ്ടായിരുന്നു. ഇപ്പം ലൈവ് ഇങ്ങനെ പാടുന്നു, ആളുകൾ കമന്റ് ചെയ്യുന്ന പാട്ടാണല്ലോ നമ്മൾ പാടുന്നത്. അപ്പൊ ഇങ്ങനെ കമന്റ് വായിച്ചു വരുന്ന കൂട്ടത്തിൽ ഭീകരമായ തെറികൾ ഞാൻ വായിച്ചു വന്നിട്ട് പകുതി കൊണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു ഒന്നോ രണ്ടോ കാര്യങ്ങൾ സംഗതിയൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒരു ഇംപ്രൊവൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നു എന്നതിൻ്റെ അപ്പുറത്തേക്ക് അതിൽ നിന്ന് അധികം വ്യത്യാസപ്പെട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പാടാൻ പറ്റില്ല. അപ്പം ഇംപ്രൊവൈസേഷൻ പാടില്ല, പിതാക്കന്മാരിട്ട് അതിന് നീക്കാൻ പാടില്ല. ഈ പഴയ പാട്ടിലേക്ക് എത്തിപ്പെടാനുള്ള പ്രധാന കാരണം അമ്മയാണ്. അമ്മ ബ്രദറൻ വിശ്വാസിയാണ്. അപ്പം ഞാൻ ഓർമ്മ വെക്കുമ്പോൾ തൊട്ട് ഞാൻ ബാപ്റ്റിസ്റ്റ് വിശ്വാസിയാണ്. അപ്പം അവിടെ ഈ ബ്രദറൻ ബാപ്റ്റിസ്റ്റ് സമുദായങ്ങൾ ഇപ്പോഴും പുതിയ പാട്ടുകളുടെ ഒരു കടന്നുകയറ്റം അവിടെ ഉണ്ടായിട്ടേ ഇല്ല. അവിടെ അത് ഉണ്ടാകാൻ പോകുന്നില്ല. 250 വർഷം മുകളിൽ പഴക്കമുള്ള പാട്ടുകൾ തൊട്ട് ഇങ്ങോട്ട് കിടക്കുകയാണ്. മലയാള പാട്ടുകളുടെ കാര്യം മാത്രമേ പറയുന്നു. ഇപ്പൊ ലോകം മുഴുവൻ അറിയപ്പെടുന്ന വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ് എന്നുള്ള പാട്ടൊക്കെ വളരെ പഴക്കപ്പെട്ടു. അതെ, മോശം വത്സലം ശാസ്ത്രികളുടെ വീടില്ല അവിടെ. അദ്ദേഹം താമസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു പ്രദേശം ഇങ്ങനെ ഉണ്ട്. അവിടെ അദ്ദേഹം സ്നാനമേറ്റുന്ന ഒരു സഭ അവിടെ ഉണ്ട്. ഭക്തരിൻ ഭാഗ്യസ്ഥലമേ പരിമള തലം ാണ് മോശവത്സലം മുതൽ ഭക്തവത്സലം വരെ എന്ന് പറയുന്ന രീതിയിൽ ഒരു ഡോക്യുമെന്ററി ചിത്രീകരണം ഞങ്ങളുടെ മനസ്സിലൊരു സ്വപ്നമാണ്, നടന്നുകൊണ്ടിരിക്കും. അതിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പോയത്. ഉത്തമ സ്ത്രീയായ ബാലയെ തിരഞ്ഞ പ്രാമ്യ ഭൃത്യവരൻ ചെയ്ത വേലയെ. നമ്മുടെ ഈ സംഗീത രീതി വളരെ വെഴ്സറ്റൈൽ ആയിട്ടുള്ള സാധാരണ ക്രിസ്ത്യൻ വേദികളിൽ പാടുന്ന ഗായകരെക്കാൾ കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു ശൈലിയാണ്. അപ്പോൾ ആ ഒരു ശൈലി കൊണ്ട് വിമർശനം നേരിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചോദിക്കുക. ഈ വിമർശനം രണ്ട് രീതിയിൽ അത് വന്നിട്ടുണ്ട്. ഒന്ന്, ആദ്യത്തേത് പറയാം. അത് വളരെ സന്തോഷം തരുന്ന കാര്യം. അങ്ങനെ വിമർശനം വന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി മാറ്റം ഉണ്ടായിരുന്നു. കാര്യം ഞാനൊരു ഗാനമേള ഫീൽഡിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഒരാളായിട്ട് അവിടെ ഈ ശരീരഭാഷയ്ക്ക് വലിയ പ്രാധാന്യം. ഞാൻ വളരെ കുഞ്ഞിലെ തന്നെ സെക്യുലർ ഫീൽഡിൽ പാടുന്നു. അപ്പൊ അവിടെ ഈ സ്റ്റാൻഡ് ബൈ സിംഗിങ് ഒരിക്കലും അവിടെ നടക്കില്ല. അവിടെ നമ്മൾ പാടുന്ന പാട്ട് റൊമാൻറ്റിക് ആണെങ്കിൽ നമ്മൾ റൊമാൻറ്റിക് ആണോ, ഒരു അടിച്ചുപൊളി ആണെങ്കിൽ നമ്മുടെ ശരീരം ആ കൂട്ടത്തിൽ എക്സസൈസ് ചെയ്യണം. നമ്മുടെ ഫീൽഡിലേക്ക് ഞാൻ പെട്ടെന്ന് വന്നപ്പോൾ അതൊന്ന് കുറച്ച് എൻ്റെ കയ്യിൽ നിന്ന് അത് മാറിപ്പോയിട്ടുണ്ടായിരുന്നില്ല. അത് തന്നെയായിരുന്നു അത്. ഇപ്പോഴും ഞാൻ പാടുമ്പം എൻ്റെ ശരീരം കുറച്ചൊക്കെ ആ പാട്ടിനോട് ലയിച്ച് അങ്ങനെ പോകാറുണ്ട്. പക്ഷെ അത് ഇപ്പം ഇച്ചിരി കൺട്രോൾഡ് ആണ്. ഇപ്പം അത് ശുശ്രൂഷയ്ക്ക് യോഗ്യമായ രീതിയിലാണ്. പക്ഷെ ആ സമയത്ത് അങ്ങനെ ആയിരുന്നില്ല. സമയത്ത് എൻ്റെ പിടിവിട്ടങ്ങ് ഞാനൊരു പാട്ട് പാടി ചിലപ്പോൾ ആ പാട്ടിന്റെ രീതിയിൽ ഇങ്ങനെ കൈയും കാലൊക്കെ ഇട്ട് അങ്ങനെ അങ്ങ് പോകും. അത് വിമർശനം വന്നതുകൊണ്ട് മാത്രമാണ് അത് മാറാൻ പറ്റിയത്. അതിൽ എന്നെ വിമർശിച്ച ആളുകളോടൊക്കെ ഇപ്പോഴും വലിയ സന്തോഷവും നന്ദിയും ഒക്കെയാണ്. കാര്യം അത് ശുശ്രൂഷയ്ക്ക് യോഗ്യമായിരുന്നില്ല എന്ന് ആ വിമർശനം കൊണ്ടാണ് മനസ്സിലായത്. പിന്നെ മറ്റൊരു കാര്യം, എന്തിനാന്നറിയില്ല, കുറെ ആളുകൾ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതില് ഈ സോഷ്യൽ മീഡിയ കമന്റുകൾ നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചു. ലൈവ് ഒക്കെ പാടിക്കൊണ്ടിരിക്കുമ്പം ഇപ്പൊ നമ്മളിപ്പം ലൈവ് ഇങ്ങനെ പാടുന്നു, ആളുകൾ കമന്റ് ചെയ്യുന്ന പാട്ടാണല്ലോ നമ്മൾ പാടുന്നത്. അപ്പൊ ഇങ്ങനെ കമന്റ് വായിച്ചു വരുന്ന കൂട്ടത്തിൽ ഭീകരമായ തെറികൾ ഞാൻ വായിച്ചു വന്നിട്ട് പകുതി കൊണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തുടക്ക സമയത്ത് അത് എൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ശരീരഭാഷയായിരുന്നു. അത് വിമർശനം കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചു മാറ്റി നിർത്തി പറയുകയും വളരെ കഠിനമായ ഭാഷയിൽ, രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ. അതുകൊണ്ടാണ് അത് മാറിയത്. അതിന്റെ ഗുണവും ദോഷമുണ്ട്. വിമർശനങ്ങളെയൊക്കെ പോസിറ്റീവായിട്ട് കാണുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. വിമർശനങ്ങൾ ഒരു പരിധി വരെ നമ്മളെ മുമ്പിലേക്ക് പോകാനുള്ള ഒരു ഊർജം കൂടെയാണ് വിമർശനങ്ങൾ. ചില കാര്യങ്ങൾ നമ്മൾ തിരുത്തപ്പെടേണ്ടതുണ്ട്. നമുക്ക് ബോധ്യപ്പെട്ടാൽ, എൻ്റെ വ്യക്തിപരമായ കാര്യം, ഞാൻ എല്ലാ വിമർശനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. അപ്പൊ എനിക്ക് ബോധ്യപ്പെടുന്നവ ഞാൻ തിരുത്തുകയും അല്ലാത്തവ അങ്ങനെ തന്നെ തുടരുകയും. അത് ഒരു അഹങ്കാരമല്ല, നമ്മുടെ ഒരു ബോധ്യമുണ്ടല്ലോ, ഒരു കാര്യം അത് ശരിയായിരുന്നു എന്ന് നമുക്കൊരു ബോധ്യമുണ്ടെങ്കിൽ അത് തുടരുകയും അല്ലാത്തവ തിരുത്തപ്പെടേണ്ടത് തിരുത്തുകയും അങ്ങനെ നമ്മളെ കൺവിൻസ് ആകുന്ന രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുന്ന
ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം നിശ്ചയമായിട്ടും അങ്ങനെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് പലപ്പോഴും വേദന ഉളവാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ആ കാര്യങ്ങൾ ഞാൻ ചോദിച്ചത്. അതുപോലെ തന്നെ ഈ പാട്ടുകളുടെ ട്യൂൺ മാറ്റി പാടുന്നു എന്നൊരു വിമർശനമാണ്. ആക്ച്വലി ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല. അന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകൾ ഇന്നും പാട്ട് കേൾക്കുന്നുണ്ട്. ഞാൻ അന്ന് എങ്ങനെ പാടിയോ അതുപോലെ തന്നെയാണ് ഇന്നും പാടുന്നത്. ഒരു വ്യത്യാസവും അതിനകത്ത് വരുത്തിയിട്ടില്ല. അപ്പം ആ ഒരു പുതിയതായിട്ടുള്ള ഒരാള് വന്ന് ഇങ്ങനെ കൈയും കാലമൊക്കെ ഇട്ട് ഇങ്ങനെ കാണിച്ച് വലിയ ബഹളങ്ങളിൽ പാടുമ്പം അത് ട്യൂണും കൂടെ മാറ്റി പാടുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കൊണ്ടായിരിക്കാം. അപ്പൊ അതിനപ്പുറത്തേക്ക് ഇപ്പം നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു പാട്ട് കിട്ടിയാൽ, ഇപ്പം ജി മേജറിലാണ് നീയൻ സ്വന്തം എന്നുള്ളൊരു പാട്ട്. അപ്പം ആ പാട്ട് ഇപ്പം നമ്മൾ കേട്ടാൽ അവർ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പം ജെ.വി. പട്ടർ സാർ അതിൽ നിന്ന് ഒരു വ്യത്യാസവും കൂടാതെ പാടുക എന്നുള്ള ഒരു ധർമ്മമാണ്. എന്തെങ്കിലുമൊക്കെ ഒരു 1-2 കാര്യങ്ങൾ സംഗതിയൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒരു ഇംപ്രൊവൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നു എന്നതിൻ്റെ അപ്പുറത്തേക്ക് അതിൽ നിന്ന് അധികം വ്യത്യാസപ്പെട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പാടാൻ പറ്റില്ല. അപ്പം ഇംപ്രൊവൈസേഷൻ പാടില്ല, പിതാക്കന്മാരിട്ട് അതിന് നീക്കാൻ പാടില്ല പ്രധാനമായിട്ടും പറയുന്നത്. കുറച്ചുകൂടെ ആധുനിക പാട്ടായതുകൊണ്ട് നമുക്ക് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യും. പക്ഷെ അതേ സമയത്ത് നമ്മൾ പഴയ ഒരു പാട്ട്, ഈ പാട്ടൊക്കെ നമുക്ക് കുറച്ച് കുഴപ്പമില്ലാതൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറിയ ഇതൊക്കെ പാടാം. പക്ഷെ നമ്മൾ ഈ ചർച്ചിൽ കൈയടിച്ച് പാടുന്ന പാട്ടുകളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ അത് നമ്മൾ ചർച്ചിൽ പാടുന്നവർ തന്നെ പാടുക എന്ന് പറയുന്ന ഒരു പാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം അത് അല്പം ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മൾ ചർച്ചിൽ എല്ലാവരും കൂടെ കൂടി ഞാനെന്നും സ്തുതിക്കും എൻ പരനെ, അങ്ങനെ ഒരിക്കലും നമ്മൾ ചർച്ചിൽ എന്ത് ചെയ്യില്ല, പാടില്ല. ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരു ഡ്രം കൊട്ടി അല്ലെങ്കിൽ കീബോർഡ് വായിച്ച് എല്ലാവരും കൂടെ കൂടി പാടുന്നു. അങ്ങനെ പാട്ടുകാർക്ക് ഒരിക്കലും അത് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളത് പ്രസന്റ് ചെയ്യുമ്പം ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും എന്നാണ് നമ്മൾ പാടുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം ഈ ട്രഡീഷണൽ പാട്ടുകളിൽ എന്തൊക്കെയോ മാറ്റം വരുത്തി പാടി എന്നൊരു വിമർശനം. പക്ഷെ അതിൽ ഒരു കാരണവശാലും ഞാൻ വിട്ടുവീഴ്ച വരുത്തിയിട്ടില്ല, അതിൽ നിന്ന് പുറകോട്ട് പോയില്ല. പക്ഷെ അന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകൾ ഇപ്പം അത് 2 കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്നുണ്ട്. ഏതായാലും ഈ ജെ.വി. പീറ്റർ സാറിന്റെ പാട്ടിൽ ആ വരുത്തിയ ഇംപ്രവൈസേഷൻ എന്താണെന്ന് കേൾക്കാനും കൂടെ താല്പര്യമുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. അത് ഈ ടൈമിങ്ങിന്റെ ഒരു ഇംപ്രവൈസേഷൻ മാത്രം വരച്ചിട്ടുള്ളത്, വേറെ ഒന്നുമില്ല. അപ്പം അതിനൊരു ഷെയ്ക്കർ ഒന്ന് തരും. അപ്പം സാധാരണ നമ്മൾ പാടുന്നത് ചൂടേറിയ മരുയാത്രയിൽ. അപ്പം ഈ ജി മേജർ സ്കെയിലിൽ നമ്മൾ പോകുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് എഫക്റ്റീവ് ആയിട്ടുള്ള കോഡ്സ് കീബോർഡിസ്റ്റുകൾ ആഡ് ചെയ്യും. അപ്പം സാധാരണ അതങ്ങനെ പാടാറില്ല. ആഡ് ചെയ്യുന്ന കോഡ് ഞാൻ ആ ആഡ് ചെയ്യുന്ന കോഡും കൂടെ എന്ത് ചെയ്യാറുണ്ട്, വോക്കലിൽ ഉൾപ്പെടുത്തി പാടാറുണ്ട്. അപ്പൊ അതിന് കുറച്ചുകൂടെ ഫീൽ ഉണ്ടാവുന്നു എന്ന് തോന്നിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയാണ് അത്തരത്തിലുള്ള ഇംപ്രവൈസേഷൻസ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ഞാൻ ഫുള്ളായിട്ടത് പാടി. ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താൽ എന്നാവ് വരളുമ്പോൾ ഹാഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവൻ എന്നാത്മദാഹം തീർത്തിടും. നീയൻ സ്വന്തം നീയൻ പക്ഷം നീറും വേലകളിൽ ആഴിയിൽ ആഴങ്ങളിൽ ആലംബം നീ എനിക്ക്. പഴയ പാട്ടുകളെയും പുതിയ പാട്ടുകളെയും കുറിച്ച് എനിക്കുള്ളൊരു വിലയിരുത്തൽ ഞാനൊന്ന് പറയാം. പുതിയ പാട്ടുകൾ കുറച്ചുകൂടി ഈ തലമുറയ്ക്ക് ഹൃദയഹാരിയ. നമുക്ക് പഴയ വാക്കുകൾ അത്രത്തോളം അറിയില്ല. പഴയ പാട്ടുകളുടെ ദൈവശാസ്ത്രം വളരെ വലുതാണ്. അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, പഴയ പാട്ടുകളുടെ അകത്ത് ഒരു കണ്ടന്റ് ഉണ്ട്. ഒരു കണ്ടന്റ്, പുതിയ പാട്ടിൽ കണ്ടന്റ് ഇല്ലെന്നല്ല, പുതിയ പാട്ട് കുറച്ചുകൂടെ ഹൃദയഹാരിയാണ്. ഇപ്പൊ നമ്മൾ ആരാധന പാടുമ്പോൾ ആ സംഗീതത്തോട് നമ്മൾ ഇഴുകിച്ചേർന്ന് പോവുകയാണ്. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വേറൊരു ഫീലിലേക്ക് പോവുകയാണ്. എന്നാൽ പഴയ പാട്ടിന്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത് ദൈവശാസ്ത്രം കൂടുതലാണ്. യേശുവിനെ വർണ്ണിക്കുന്ന പാട്ടുകൾ, കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുന്ന പാട്ടുകൾ. ഇപ്പം ഒന്ന്
വിമർശനമല്ല എങ്കിലും കുറച്ചുകൂടെ കർത്താവിനോട് അനുരാഗം വർദ്ധിക്കുന്ന പാട്ടുകളാണ് ഇപ്പോൾ ഉള്ളത്. ആരാധനയും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടെ അനുരാഗം വർദ്ധിക്കുന്നു. പക്ഷെ പഴയ കാലത്ത് ആളുകൾ പാട്ടുകൾ എഴുതിയപ്പോൾ ഈ പാട്ടിനകത്തൂടെ അവർ കാര്യങ്ങൾ പഠിക്കണം എന്ന് തീരുമാനിച്ചിരുന്നു ആളുകൾ, ഇത് കേൾക്കുന്ന ആൾ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഇത്ര കഠിനമായ പഴയ പാട്ടുകളിലേക്ക് എത്തി? ഈ പഴയ പാട്ടിലേക്ക് എത്തിപ്പെടാനുള്ള പ്രധാന കാരണം അമ്മയാണ്. അമ്മ ബ്രദറൻ വിശ്വാസിയാണ്. അപ്പം ഞാൻ ഓർമ്മ വെക്കുമ്പോൾ തൊട്ട് ഞാൻ ബാപ്റ്റിസ്റ്റ് വിശ്വാസിയാണ്. അപ്പം അവിടെ ഈ ബ്രദറൻ ബാപ്റ്റിസ്റ്റ് സമുദായങ്ങളിൽ ഇപ്പോഴും പുതിയ പാട്ടുകളുടെ ഒരു കടന്നുകയറ്റം അവിടെ ഉണ്ടായിട്ടേ ഇല്ല. അവിടെ അത് ഉണ്ടാകാൻ പോകുന്നില്ല. അവർ ട്രഡീഷണൽ ആയിട്ടുള്ള പഴയ പാട്ടുകൾ മാത്രമേ പാടൂ. അങ്ങനെയാണ് ഈ പഴയ പാട്ടുകൾ ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ പറഞ്ഞല്ലോ, പാട്ടിനോട് ഉള്ള ഈ അടങ്ങാത്ത അഭിനിവേശം. ഞാൻ വിചാരിച്ചിരുന്നത് ഈ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് എന്ന് പറഞ്ഞാൽ ഈ കാസറ്റിനകത്ത് കേൾക്കുന്ന കുറച്ച് പാട്ടുകൾ, തരംഗണിയുടെ കുറച്ച് പാട്ടുകളും, നമ്മൾ ഈ കേൾക്കുന്ന കുറച്ച് സാധാരണ പാട്ടുകൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പൊ നമ്മുടെ ആളുകൾക്ക് ശരിക്കും നമ്മൾ അതിനെക്കുറിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാൽ, നമ്മൾ കുറച്ചുകൂടി അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ നമ്മൾ ഞെട്ടിപ്പോവും. 250 വർഷം മുകളിൽ പഴക്കമുള്ള പാട്ടുകൾ തൊട്ട് ഇങ്ങോട്ട് കിടക്കുകയാണ്. മലയാള പാട്ടുകളുടെ കാര്യം മാത്രമേ പറയാം. ഇപ്പൊ ലോകം മുഴുവൻ അറിയപ്പെടുന്ന വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ് എന്നുള്ള പാട്ടൊക്കെ വളരെ പഴക്കപ്പെട്ടു. അതെ. പക്ഷേ നമ്മുടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരിച്ചിരുന്ന സമയത്ത് ആ കാലത്ത് സാഹിബ്മാരോട് ഉണ്ടായിരുന്ന കാലത്തിന് മുൻപ് ഇപ്പൊ യൂസഫ് ജോസഫും വിദ്വാൻകുട്ടി അച്ഛനൊക്കെ എഴുതിയ പാട്ടിൽ 200 വർഷങ്ങൾ പഴക്കമുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് ഇങ്ങനെ കൂടുതൽ മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. കാര്യം സംസ്കൃതത്തിലുള്ള പാട്ടുകൾ, മലയാളത്തിലെ വട്ടെഴുത്തിലുള്ള പാട്ടുകൾ, മലയാളത്തിന്റെ ഈ ഉച്ചാരണ നിയമങ്ങൾക്കനുസൃതമായിട്ടുള്ള പാട്ടുകൾ, അതൊക്കെ നമുക്കിവിടെ ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഇതിനകത്ത് വന്നതിന് ശേഷം ഞാൻ വളരെ നിസ്സാരമെന്ന് കണ്ട ഈ ഒരു കാര്യം ഇവിടെ വന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി. ഞങ്ങള് ഈ എഴുത്തുകാരൊക്കെ വീട്ടിൽ പോയിട്ടുണ്ട്. മോശവത്സലം ശാസ്ത്രികളുടെ വീടില്ല അവിടെ. അദ്ദേഹം താമസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു പ്രദേശം ഇങ്ങനെ ഉണ്ട്. അവിടെ അദ്ദേഹം സ്നാനമേറ്റുന്ന ഒരു സഭ അവിടെ ഉണ്ട്. സ്ഥലത്തിന്റെ പേര് തമിഴ്നാട് ബോർഡറിലാണ്, തിരുവനന്തപുരത്ത് അപ്പുറത്താണ്. അവിടെയൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി മനസ്സിലാക്കിയിട്ടുണ്ട്. വിദ്വാൻകുട്ടി അച്ഛന്റെ സ്ഥലത്ത് പോയിട്ടുണ്ട്. മോശവത്സലം ശാസ്ത്രികളിലെ പോയിട്ടുണ്ട്. ശാസ്ത്രികളുടെ ശവകുടീരം ഞങ്ങള് ട്രിവാൻഡ്രത്തെ CSI ചർച്ചിന്റെ പാളയത്തെ വലിയ ശ്മശാനത്തിൽ അവിടെ അദ്ദേഹത്തിന്റെ ശവകുടീരം ഒന്ന് കാണണം. നമുക്ക് സൈമൺ സാറിന്റെ ശവകുടീരം ഈ നമ്മുടെ ഈ കുമ്പനാടല്ലല്ലോ, ഇടയാറന്മുളയിൽ. അതുപോലെ തന്നെ നമ്മുടെ അദ്ദേഹത്തിന്റെ സമകാലീനായിട്ട് എഴുത്തുകാരുണ്ടായിരുന്നല്ലോ, ഉപദേശി സാധു കൊച്ചും ഉപദേശിയുടെ ശവകുടീരം അതിന്റെ അടുത്തൊക്കെ. ബാക്കിയുള്ള എഴുത്തുകാരൊക്കെ ശവകുടീരങ്ങളും അല്ലെങ്കിൽ അവരെ അടക്കിയിരിക്കുന്ന സ്ഥലങ്ങളും അവർ അന്ത്യവിശ്രമമുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങൾ മോശവത്സലം ശാസ്ത്രിയാരെ കുറിച്ച് പഠിച്ച് അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കി. തിരുപ്പുറം എന്ന് പറഞ്ഞ സ്ഥലം തമിഴ്നാട്ടിൽ, അവിടെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചർച്ച്, അവിടെയാണ് അദ്ദേഹത്തിന്റെ പിതാവ് അയ്യ എന്ന് പറയുന്ന ആള് ഈ വിശ്വാസത്തിലേക്കൊക്കെ വരുന്നതും. അവിടെ ഞങ്ങൾ എത്തി. അദ്ദേഹത്തിന്റെ കുറച്ച് ചിത്രങ്ങളൊക്കെ എടുത്ത്, കാര്യം അദ്ദേഹം ചെയ്തിട്ടുള്ള പാട്ടുകൾ അത്രമേൽ ഗംഭീരമാണ്. നമ്മള് ഈ സാധാരണ ഉപയോഗിക്കുന്ന ഒരുപാട് പാട്ടുകളേക്കാൾ അപ്പുറത്ത് ഭക്തരിൻ ഭാഗ്യസ്ഥലമേ പരിമള തലം നീ, ഭക്തരിൻ ഭാഗ്യസ്ഥലമേ പരിമള തലം നീ, ദുഃഖം വിചാരം പ്രയത്നം നിങ്കലങ്ങില്ലേ, ദുഃഖം വിചാരം പ്രയത്നം നിങ്കലങ്ങില്ലേ, രാവും അന്ധകാരം വയിൽ ശീതവും അങ്ങില്ലേ, രാവും അന്ധകാരം വയിൽ ശീതവും അങ്ങില്ലേ, ദീപതുല്യം ശുദ്ധരങ്ങ് ശോഭിച്ചിരുന്നേ, ദീപതുല്യം ശുദ്ധരങ്ങ് ശോഭിച്ചിരുന്നേ. ഈ പാട്ട് അതുപോലെ തന്നെ
ഉറപ്പിക്കെന്നെ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലേ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാ. അന്ധകാരം വീതികളോ അപ്പനെ പ്രകാശങ്ങളോ. ഇങ്ങനെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഡി മൈനർ എന്ന് വിളിച്ചാൽ അത് ഇങ്ങനെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല പാട്ടും, അതിൽ ഏറ്റവും ഒരാളുടെ മരണത്തിന് നമ്മൾ യെരൂശലേമിന് ഇവിടെ പാടാതെ പോവില്ല. മോശ വത്സലം ശാസ്ത്രിയാരുടെ സുഹൃത്തിന്റെ വിവാഹം, അതിന് അദ്ദേഹത്തിന് ഒരു സമ്മാനം കൊടുക്കാനില്ലാതെ തലേദിവസം രാത്രി അവിടെ അദ്ദേഹം ചെന്നിട്ട് സുഹൃത്ത് ചോദിച്ചു, എല്ലാവരും സമ്മാനം തന്നു, എനിക്ക് സമ്മാനം തന്നില്ല, നീ ഒന്നും തന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് അതിനുള്ള പണമോ സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നേ. പിറ്റേ ദിവസം പള്ളിയിലെ കൊയറിന് അദ്ദേഹം പാടിയ പാട്ടാണ് ഉത്തമ സ്ത്രീയായ ബാലയെ തിരഞ്ഞ ബ്രാഹ്മണ ഭൃത്യവരൻ ചെയ്ത വേലയെ ത്വൽത്തുണ തുടർന്ന പോലയെ ഈ വീടയും നീ ചേർത്തരുള്ളിവർ കരങ്ങളെ. നല്ല മണവാളൻ തനിക്കുള്ള മണവാട്ടിയുമായി കല്യമോദം ചേർന്നു പുകി ചല്ലൽ വെടിഞ്ഞിടുവാനോ ഇന്നീ മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. കല്യാണമായി, മരണമായി. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഒരു സമർപ്പണ, അങ്ങനെ നമ്മൾ ഏത് സമയത്ത് നമ്മൾ ഉപയോഗിക്കാവുന്ന ഇത്രയും വലിയ പാട്ടുള്ള ഒരാള് സ്മൃതിയിലേക്ക് എന്ത് ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയ അറിവുകളാണ്. ഈ പാട്ടുകളെ പരിചയം ഉണ്ടെങ്കിലും ഇതിന്റെ എഴുത്തോ പശ്ചാത്തലവും ഒന്നും അത്ര പരിചിതമല്ല എനിക്ക്. എന്നെ സംബന്ധിച്ച് ഇതൊരു പുതിയ അറിവുകളാണ്. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ എനിക്ക് ഇദ്ദേഹത്തിന്റെ ഈ ഒരു തോമ്പ് ഒന്ന് കാണണം, അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം ഒന്ന് കാണണം എന്ന് ആഗ്രഹിച്ച് ഞാനും ജിസനും ഞങ്ങളുടെ ഒരു സഹോദരൻ, ഞങ്ങൾ മൂന്നും കൂടെ ഞങ്ങളൊരു ഡോക്യുമെന്ററി ചിത്രീകരണത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്. അതിന് ചിത്രീകരണത്തിന്റെ ഘട്ടങ്ങളിലാണ്. മോശവത്സലം മുതൽ ഭക്തവത്സലം വരെ എന്ന് പറയുന്ന രീതിയിൽ ഒരു ഡോക്യുമെന്ററി ചിത്രീകരണം ഞങ്ങളുടെ മനസ്സിലൊരു സ്വപ്നമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പോയത്. ഈ പാളയത്തെ വലിയ ശ്മശാനത്തിൽ ഞങ്ങൾ ചെന്നിട്ട് വൈകുന്നേരം ഒരു 4 മണിയായപ്പോൾ അവിടെ ചെന്നു. അവിടെ നമ്മളെ കയറ്റില്ല, എന്നാൽ പോലും ഞങ്ങൾ എഴുതി അത്യാവശ്യം അച്ഛന്മാരുടെയൊക്കെ കാലൊക്കെ പിടിച്ച് ഞങ്ങൾ അതിനകത്ത് കയറി. ആ പാളയം ശ്മശാന സൂക്ഷിപ്പുകാരൻ ഞങ്ങളോടൊപ്പം ഉണ്ട്. അദ്ദേഹം ഒരു 1 മണിക്കൂർ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നു. 5 മണി ഇരുട്ട് വീഴാറായപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം പോയി. ഞങ്ങൾ 3 പേര് മാത്രം അവശേഷിച്ചു. ഗേറ്റ് അടയ്ക്കേണ്ട വിധം പറഞ്ഞു, താക്കോൽ എവിടെയാണ് കൊടുക്കേണ്ടത്, നൈറ്റ് സെക്യൂരിറ്റി താക്കോൽ കൊടുത്തിട്ട് നിങ്ങൾ പൊയ്ക്കോണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. ഞങ്ങൾ ആ പ്രദേശം മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും പാളയത്തിലെ പഴയ ശ്മശാനത്തിൽ 10,000 ശവകുടീരമുണ്ട്. എല്ലാം 100 വർഷങ്ങൾക്ക് പഴക്കമുള്ളതാണ്. അവിടെ ഞങ്ങൾ ഇദ്ദേഹത്തിന്റെ ശവകുടീരം മാത്രം. അപ്പൊ അവിടെ ഈ മലയാളത്തിലെ പ്രമുഖ നടന സത്യൻ, അദ്ദേഹത്തിന്റെ വരെ ശവസംസ്കാരം നടന്ന സ്ഥലം, അദ്ദേഹത്തിന്റെ ശവകുടീരമൊക്കെ കെട്ടിയെടുത്ത് മറിച്ച് സർക്കാർ അത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെത് കാണാൻ പറ്റില്ല. ഞങ്ങൾ കുറേ സമയം അലഞ്ഞു അതിനകത്തൂടെ എല്ലാം ചപ്പെല്ലാം മാറ്റി നോക്കിയിട്ട് അദ്ദേഹത്തിന് വലിയ നിരാശയായി. കാര്യം ഇത്രയും മനോഹരമായ പാട്ടിൽ നമുക്ക് തന്നെ ആളുടെ ഒരു ശവകുടീരം കാണുന്നതിൽ എന്താ പറയുക, പ്രാർത്ഥിക്കാനൊന്നും അല്ല, കാണുന്നതിന്റെ ഒരു സന്തോഷവും ഒരു മ്യൂസീഷ്യൻ അത് മനസ്സിലാവും. ഞാൻ അവസാനം വളരെ നിരാശയോടുകൂടി ഒരു ചെറിയ കൽപ്പടവിന്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നു. കുറച്ചേരം ഇരുന്ന് കഴിഞ്ഞിട്ട് എൻ്റെ കർത്താവ് ഇവിടെ വരെ വന്നിട്ട് നിരാശപ്പെട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് എന്ന് ലൈറ്റും പോയി, ക്യാമറ ഒന്നും വർക്ക് ചെയ്യാൻ പറ്റാത്ത ഇരുട്ടായി. അപ്പൊ ഞാൻ ഈ ഇരിക്കുന്ന സ്ഥലം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പതുക്കെ ഇങ്ങനെ ഇരുന്നോടുത്തുന്നത് ഇങ്ങനെ പതുക്കെ ഒന്ന് കുനിഞ്ഞിട്ട് അതൊരു ശവകുടീരാണ്. ഞാൻ പതുക്കെ അവിടുത്തെ ഈ കല്ലും ചപ്പും എല്ലാം കുറെ സമയം കൊണ്ട് ഇങ്ങനെ മാറ്റിയിട്ട് വെറുതെ മൊബൈൽ ഫോണിന്റെ വെട്ടടിച്ച് നോക്കിയപ്പോൾ മോശവത്സലം ശാസ്ത്രിയാർ 1800-കളിൽ അദ്ദേഹം മരണപ്പെട്ടു. അപ്പം അന്നേരമാണ് ശരിക്കും എനിക്ക് ആ പാട്ടിന്റെ യെരൂശലേമിൻ ഇമ്പവിടെ എന്നുള്ള പാട്ടിന്റെ ഒരു വലിയ ഫീലിങ്സ് ഉണ്ടായി. അപ്പൊ ഇത്തരത്തിൽ ആഴത്തിലേക്ക് എല്ലാ പാട്ടെഴുത്തുകാരുടെയും ജീവിതത്തെക്കുറിച്ച് കഴിയാവുന്നത്ര ദൂരം ഞങ്ങൾ എന്ത് ചെയ്തു, സഞ്ചരിച്ചു. അതുകൊണ്ട് അതും ഈ പുതിയ പാട്ടുകളും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് ശരിയല്ല, അതൊരിക്കലും ശരിയല്ല. അവരുടെ ജീവിത സാഹചര്യങ്ങളൊന്നും ആയിരുന്നില്ല നമ്മുടേത്. ഞാനിപ്പോ ഒരു പാട്ട് എഴുതിയാൽ പോലും അത്ര ഒന്നും വരില്ല. എന്നിരുന്നാൽ പോലും താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ലൈഫ് എന്ന് പറയുന്ന ഒന്നുണ്ട് പാട്ടിനെ സംബന്ധിച്ച്. പാസ്റ്റർ ഒരു പ്രസംഗത്തിന് ഒരു ലൈഫ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്നും തുടർന്നും കേൾവിക്കാറുണ്ടാവുന്നത്. കൂടുതൽ നിങ്ങളുടെ പ്രസംഗം കേൾക്കാനാണല്ലോ ആഗ്രഹിക്കുന്നത്.
ഇത് ലൈഫ് എന്ന് പറയുന്ന ഒന്നാണ്. ആ ലൈഫ് നമ്മുടെ പാട്ടുകൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്നതിൽ യാതൊരു സംശയമില്ല. അത് പുതിയ ആളുകൾ, ഞാനടക്കമുള്ള പുതിയ പാട്ടുകാർ എഴുതിയാലും ലൈഫിന്റെ സോള് ഒരുപക്ഷെ ദൈവം കൊടുക്കുമായിരിക്കും. പക്ഷെ ഇതിനോടകം നല്ല പാട്ടുകളൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. നമ്മൾ പരാമർശിച്ച പാട്ടുകളൊക്കെ ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ലൊക്കെ നമ്മളെല്ലാവരും ചേർന്ന് പാടും. പക്ഷെ ഇതിനിടയ്ക്ക് ഞാനിപ്പോ എന്ത് ചെയ്യാനാ, എന്നാ ഇപ്പൊ പറയുന്നേ എന്നൊക്കെയുള്ള പാട്ടുകൾ ഈ പാട്ടുകളുടെ ശ്രേണിയിൽപ്പെടുത്തും. ലൈഫില്ല എന്ന് നമുക്ക് 100% പറയാൻ സാധിക്കും. എന്നാൽ പുതിയ പാട്ടുകളോട് തീർത്തും അവഗണനയാണ്. ഒരിക്കലുമില്ല. പുതിയ പാട്ടുകൾ നല്ല പാട്ടുകൾ വളരെ മനോഹരമായിട്ടുള്ള പാട്ട്. ഇപ്പോഴത്തെ റീസെന്റ് വന്നിട്ടുള്ള പാട്ടുകളിൽ ഏതാണ് പുതിയ പാട്ടുകൾ ഇഷ്ടപ്പെട്ട് പാടുന്ന ഒരു പാട്ട്? ഇപ്പൊ ഞാൻ പുതിയ പാട്ടുകൾ പാടണം എന്ന് ആഗ്രഹിച്ചാലും പുതിയ പാട്ടുകൾ പാടാൻ പറ്റുന്നില്ല. അതേ വലിയൊരു കാര്യം. ഈ രാവിലെ പകലും അനിൽ ചാന്റെ പാട്ട്, രാജേഷ് ഏലപ്പാറ പാസ്റ്റർ പാട്ട്, റജി നാരായണൻ പാസ്റ്റർ പാട്ടൊക്കെ വളരെ വളരെ നല്ല പാട്ടാണ്. അതിലെനിക്ക് പുതിയ പാട്ടില് ചിക്കു കുര്യാക്കോസിന്റെ പാട്ടുകൾ നമുക്ക് എല്ലാ കാലത്തും അതൊരു നൊമ്പരം നിറഞ്ഞിട്ടുള്ള ഒരു പാട്ടാണ്. അതില് ചിക്കു പാസ്റ്റർ പാടിയിട്ടുള്ള എന്നെ ഒത്തിരി കർത്താവിനോട് അടുപ്പിച്ചിട്ടുള്ള ഒരു പാട്ട് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, രാജേഷ് ഏലപ്പാറ പാസ്റ്റർ, എൻ പ്രേമഗീതമാണ്. അത്ര പുതിയതല്ലെങ്കിൽ പോലും ആ പാട്ട്. പിന്നെ പുതിയ പാട്ടില് നമുക്കെല്ലാം അറിയാം, ജിജിൻ, അദ്ദേഹം ഫ്രൂട്ട് കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ് മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ സഹോദരി വൈഫ് അദ്ദേഹം പാടിയിട്ടുള്ള ഒരു പാട്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ട്, എന്നെ നടത്തും. 2 വരി. ആ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിയിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിയിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന കാതനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന കാതനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. അപ്പം പഴയ പാട്ടുകളിൽ മാത്രമല്ല പുതിയ പാട്ടുകളോടും സഞ്ചരിക്കുന്നുണ്ട് ഇഷ്ടം പോലെ. ഞങ്ങള് പേഴ്സണൽ സമയത്തും ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് പുതിയ വർഷിപ്പ് സോങ്സുകളൊക്കെ പാടി. പക്ഷെ ആളുകൾ നമ്മളിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കൃപയാൽ പഴയ പാട്ട്, പഴയ പാട്ടുകളാണ്. എനിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം പഴയ പാട്ടുകളാണ്. ഞാൻ ഈ ക്ലാസിക്കൽ പാട്ടുകളുടെ ഒരു പ്രത്യേകിച്ച് സെമി ക്ലാസിക്കൽ പാട്ടുകളൊക്കെ ഒത്തിരി ശ്രദ്ധിക്കുക. എനിക്ക് ഏറ്റവും എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് എന്ന് പറയുന്നത് സുന്ദര രക്ഷകനെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രധാന സുന്ദര രക്ഷകനെ ആരുടെ പാട്ടായിരിക്കും എന്ന് പാസ്റ്റർ ഗസ് ചെയ്യാൻ പറ്റുമോ? സുന്ദര രക്ഷകനെ ആ ജോണർ പാട്ടിലൊക്കെ ചെയ്തിട്ടുള്ളത് ആക്ച്വലി സൈമൺ സാറാണ് അല്ലെ? സൈമൺ സാർ. പക്ഷെ നമുക്കെല്ലാം ഒരു തെറ്റായിട്ടുള്ള ഒരു ധാരണ. അത് ഒരിക്കലും അങ്ങനെ ഒരു ജോണർ പാട്ട് അദ്ദേഹം ചെയ്തിട്ടില്ല. എം ഇ ചെറിയാൻ സാർ ചെയ്തിട്ടുള്ള പാട്ടാണ്. എം ഇ ചെറിയാൻ സാറിന്റെ പാട്ട് നമുക്കറിയാം, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പാട്ടുകളാണ് എല്ലാം. പകൽ സ്നേഹം പോലത്തെ സാധാരണക്കാരനൊക്കെ പാടാൻ പറ്റുന്ന സാധാരണ പാട്ടിലാണ് എം ഇ ചെറിയാൻ സാർ. പക്ഷെ അദ്ദേഹം ഷഹാന രാഗത്തില് വളരെ ക്ലാസിക്കൽ സംഗീതത്തിന്റെ വളരെ പ്രയാസപ്പെട്ട ഒരു ശൈലിയിലാണ് ആ പാട്ട് അദ്ദേഹം ചെയ്തത്. അപ്പം ഇവരൊക്കെ വളരെ ലെജൻഡറി ആയിട്ടുള്ള മ്യൂസിഷ്യൻസ് ആയിരുന്നു. കൃപയാൽ അവര് ദൈവനിയോഗത്താൽ പാട്ടിൽ എഴുതുമ്പോൾ തന്നെ കർണാട്ടിക് സംഗീതം അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ പാട്ടിനകത്ത് സംഗീതത്തെ കുറിച്ച് നല്ല ജ്ഞാനമുള്ള ആളുകളായിരുന്നു. പക്ഷെ ഈ സുന്ദര രക്ഷകനെ മലയാളത്തെക്കാൾ കൂടുതൽ ഫേമസ് എനിക്ക് തോന്നുന്നു തെലുങ്കോ കന്നഡയാണ്. ഈ സുന്ദര രക്ഷകനെ ഏറ്റവും കൂടുതൽ പാടുന്നതും ക്രൈസ്തവ വേദികൾ ഉപയോഗിക്കപ്പെടുന്നതും കന്നഡ തെലുങ്കാണ്. മലയാളത്തിൽ ഇത് അത്ര പാടാറില്ല. പുതിയൊരു അറിവാണ്. മലയാളത്തിൽ ഈ പാട്ട് ഒത്തിരി പാടാറില്ല. ഇത് മലയാളത്തിൽ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ പോലും എനിക്ക് തോന്നുന്നു സുന്ദര രക്ഷകനെ കിട്ടാനില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ നോക്കിയാൽ സുന്ദര രക്ഷകനെ മലയാളത്തിൽ കിട്ടാനില്ല. എന്നാൽ തെലുങ്കിലും കന്നഡയിലും ഒക്കെ സുന്ദര രക്ഷകനെ ഉണ്ട്. സുന്ദര രക്ഷകനെ തെലുങ്കിലുണ്ടെന്നുള്ള കാര്യം പുതിയൊരു അറിവാണ്. ഇപ്പം പഠിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങളുണ്ട്. ഞങ്ങളത് പാടാറുണ്ട് സുന്ദര രക്ഷകനെ. സുന്ദര രക്ഷകനെ നമുക്ക് നോക്കാം. സുന്ദര രക്ഷകനേ ശാരോനിലെ റോസാനീ എനിക്കാരോമ സ്നേഹിതൻ നീ. ശാരോനിലെ റോസാനീ
വന്നവൻ നീയേ വരാനുള്ളവൻ നീയേ വന്ദിത വല്ലഭനേ വന്നവൻ നീയേ വരാനുള്ളവൻ നീയേ വന്ദിത വല്ലഭനേ സുന്ദര രക്ഷകനേ. അസാധ്യമായ ഒരു പാട്ടാണ്. പ്രത്യേകിച്ച് അതിനകത്ത് നല്ല മനോഹരമായിട്ടുള്ള വരികളാണ്. ഒത്തിരി എന്നെ ഒരുപാട് ആകർഷിച്ച് അതിനകത്ത് വരികളും അതിനകത്ത് സംഗീതവും ഒരുപോലെ ഇഴചേർന്ന് പോകുന്നതാണ് വരികളൊക്കെ. പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കർത്താവിന്റെ ഒരു ക്രിസ്റ്റോളജിയാണ്, ക്രിസ്തു വർണ്ണനകളാണ്. അത് ഈ പാട്ടുകളെല്ലാം തന്നെ ക്രിസ്തു വർണ്ണനകളാണ്. ഒത്തിരി പാട്ടുകളുണ്ട്. ഈ മനതാർ മുകുരത്തിന്റെ ഒരു പ്രശ്നം, സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി അദ്ദേഹം തിരിച്ച് വീണ്ടും മർത്തോമ സഭയിലേക്ക് പോയ ഒരു സാഹചര്യം, ബ്രദറൻ വിശ്വാസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒന്ന് വന്നായിരുന്നു. മർത്തോമ സഭയിലെ ഉപദേശങ്ങൾക്കെതിരെ സൈമൺ സാറും ഒക്കെ ആയിട്ട് ചേർന്ന് മുൻപോട്ട് പോയൊരു സമയത്ത് കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം തിരിച്ച് ആ ഒരു വിശ്വാസ സംഹിതയിലേക്ക് തിരികെ പോയപ്പം അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിനോട് വീണ്ടും മടങ്ങി വരാൻ പറഞ്ഞ് സൈമൺ സാർ എഴുതിയ പാട്ടാണ് മനതാർ മുകുരത്തിൻ പ്രകാശം. നല്ല പാട്ട്. അപ്പൊ അതിന്റെ ചില വരികൾ ഇങ്ങനെയുണ്ട്. എന്ന പോലെ മാനം നോക്കി ABCD എന്നുള്ളൊരു തസ്തികയിൽ ഒരു ക്രമത്തിൽ എന്ന പോലെ മാനം നോക്കി തന്നെയുമല്ല ബി എന്ന പോലെ മേനി നോക്കി അതുവുമല്ല സി എന്ന പോലെ പണം നോക്കി തന്നെയുമല്ല ഈ എന്ന പോലെ മേനി നോക്കി. അങ്ങനെ ഒന്നും പുറകോട്ട് എന്ത് ചെയ്യരുത്, പോകരുത്. നോക്കി അങ്ങനെ നോക്കി പുറകോട്ട് പോകാതെ തിരികെ വരണം എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ് മനതാർ മുകുരത്തിൻ പ്രകാശം. അപ്രകാശം. അങ്ങനെയൊക്കെ ഒരു ചരിത്രമുണ്ട് ഈ പാട്ടൊക്കെ ആയിട്ട്. മനോഹരമായ കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് ഇങ്ങനെ സംസാരിച്ചും പാടിയും പറഞ്ഞും പോയാൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഈ അദ്ദേഹത്തിന്റെ ഫാമിലി ആയിട്ട്, അദ്ദേഹം മാത്രമല്ല, ഇപ്പം അദ്ദേഹത്തിന്റെ ഫാമിലിയോട് പറയണം. പട്ടുകുപ്പായമയ്യു നിന്നെ മയക്കരുതേ മട്ടൂറും മൊഴികളും പൊന്നെ നിൻ വിശ്വാസത്തെ കെട്ടുപോകരുതെന്നു തന്നെ എനിക്കുള്ളാശ പട്ടി വീട് ഇട്ടു ഭൂമി വിട്ടു നരത്തട്ടുകടായി പോകും ശവക്കുഴിയിൽ പട്ടവല്ല പഴന്തുണി കെട്ടുകെട്ടി ചറ്റമാറി വേഗം അവനു ചേരു തൊട്ടുപോലും മുട്ടുകേട് തൊട്ടുതയ കാട്ടുകില്ല ചാകും സമയമയ്യോ ചട്ടമിതാണിട്ടുകെട്ടി നഷ്ടി ചെയ്തിരിപ്പവനുമാകും പലാനുഭവം ബഹുതര ദുരിതം മനുജന ഭുവനേ ബഹുതര ദുരിതം മനുജനഭുവനെ ബന്ധുവർഗമതു ബന്ധിക വിജനെ അന്തരംഗമതിലാമയഹരനെ ചിന്ത ചെയ്ക ദിനവും മമ പ്രിയനെ മനതാർ മുകുരത്തിൻ പ്രകാശം.